രാവിലെ തൊട്ട് മഴയായതുകൊണ്ട് മടി പിടിച്ചിരുന്നിട്ടാണ് പോകുന്നത്. കുറച്ച് വൈകിട്ടുണ്ട്. PSC എക്സാമിനാണ് കേട്ടോ ഞാൻ പോകുന്നത്. ഈ കാണുന്നവരൊക്കെ PSC എക്സാമിന് വേണ്ടി വന്നവരാണ്. സ്കൂളിലേക്കുള്ള വഴി എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയപ്പോൾ കുറച്ച് പേര് നടക്കുന്നുണ്ട്. അവരുടെ കൂടെ ഞാനും നടന്നു കേട്ടോ. കൂട്ടത്തിൽ എനിക്ക് പരിചയമുള്ള ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഇത്. റോഡിൻ്റെ രണ്ട് സൈഡിലും കണ്ണെത്താ ദൂരത്തോളം നെൽപ്പാടമാണ് ഇവിടെ. നല്ലൊരു മഴ കഴിഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ. മഴ മൂടിയ അവസ്ഥയാണ്. വയലായതുകൊണ്ട് തന്നെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് സ്കൂൾ ദൂരെ നിന്നും കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ദൂരെ നിന്നും കാണുന്നുണ്ടെങ്കിൽ സ്കൂൾ അടുത്തുള്ളത് പോലെയാണ് കേട്ടോ തോന്നുന്നത്. മഴ ആയതുകൊണ്ടാണോ എന്നറിയില്ല. റോഡ് സൈഡിലുള്ള പുല്ലുകൾക്കൊക്കെ നല്ല പച്ചപ്പാണ് കേട്ടോ. വീട് വെക്കുകയാണെങ്കിൽ ഇങ്ങനെയുള്ള വൈബ് സ്ഥലത്ത് വീട് വെക്കണം. നല്ല അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ ഞാൻ സ്കൂളിലെത്തിയിട്ടുണ്ട്. ഇനി എക്സാം കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ എക്സാം കഴിഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് സമയം പോയതുപോലെ തോന്നിയിട്ടുണ്ട്. നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. എക്സാം നടക്കുമ്പോൾ ഞാൻ വിൻഡോ സൈഡായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നേ. വയലൊക്കെ ഞാറ് നടാൻ വേണ്ടിയിട്ട് കണ്ടം പൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഇതിനെ കണ്ടം പൂട്ടിയിടുക എന്നാണ് പറയുക. എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ ലോങ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല വായിക്കാൻ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ടഫാണെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ സ്കൂളിൽ നിന്ന് ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് കേട്ടോ. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു ഫ്രണ്ടും ഉണ്ടായിരുന്നേ. അവിടെ നിന്ന് ഞാൻ ബസ് കയറിയിട്ട് പനമരത്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ വേറൊരു ഫ്രണ്ട് കാവ്യ വരുന്നുണ്ടേ. അവൾക്ക് വേറെ സെൻറ്ററിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ എക്സാം. ഈ അനന്തപുരി ബസ്സിലാണ് അവൾ വരുന്നത്. കുറച്ചധികം കാലമായിട്ടോ അവളെ മീറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് കാവ്യ. എക്സാമിന് വേണ്ടിയിട്ട് 11 മണിക്ക് വീട്ടിൽ നിന്നും പോയതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നേ. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പനമരത്തുള്ള ബഡ്ഡീസിലേക്ക് വരികയാണ് കേട്ടോ. കാവ്യനെ പറ്റി പറയുകയാണെങ്കിൽ കാവ്യ ഹയർ സെക്കൻഡറിയിൽ എൻ്റെ സീനിയർ ആയിരുന്നു കേട്ടോ. പിന്നീട് PGക്ക് എത്തിയപ്പം എൻ്റെ ജൂനിയറായിട്ട് അവൾ വന്നിട്ടുണ്ടായിരുന്നു. ഒന്നിച്ച് പഠിക്കാത്തതിൻ്റെ ഒരു പരിചയക്കുറവും ഞങ്ങൾ തമ്മിലില്ല കേട്ടോ. അവിടുന്ന് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഷവർമയാണ് കേട്ടോ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത്. നല്ല മഴയാണ്. മഴയ്ക്ക് ഒരു കുറവില്ല കേട്ടോ. ഞങ്ങൾ ലാസ്റ്റായിട്ട് മീറ്റ് ചെയ്യുന്നത് ഷിഹാബിൻ്റെ കല്യാണത്തിനാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. എന്നിട്ട് ഷവർമ വരാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ബ്രോസ്റ്റഡിൻ്റെ വിലയും കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കേട്ടോ. എന്ത് കോരിച്ചൊരിയുന്ന മഴയാണെങ്കിലും ഞങ്ങൾ 2 ഷെയ്ക്കും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വീട്ടിലേക്ക് കുറച്ച് ബേക്കറി ഐറ്റംസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചധികം ഡിഫറെൻറ്റ് ടൈപ്പ് കേക്ക് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇവിടെ. ഞാനിതാണ് വീട്ടിലേക്ക് വാങ്ങിയിട്ടുള്ളത്. പാലും വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. കാവ്യ പറയുന്നുണ്ട് കേട്ടോ അരിയുണ്ട വാങ്ങാൻ വേണ്ടിയിട്ട്. ഇനി ഞങ്ങൾ അവിടെ നിന്നും കപ്പ വാങ്ങാനാണ് കേട്ടോ പോയിട്ടുള്ളത്. കാവ്യക്ക് കപ്പ വാങ്ങാനാണ് പോയത്. അങ്ങനെ രണ്ടുപേരും കപ്പ വാങ്ങി. അങ്ങനെ ഇതാ എന്നും പോകുന്ന ബസ്സിൽ പാട്ടെല്ലാം കേട്ടുകൊണ്ട് പോകണം കേട്ടോ. പുറത്ത് നല്ല മഴയും അടിപൊളി പാട്ടും. നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ.